ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാർക്കാണ് ചേമ്പും കൂട്ടാൻ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ആ ഒരു ചേമ്പില്ലേ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു വേവ് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഈ ഒരു റെസിപ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ജീരകവും ചെറിയുള്ളി ആവശ്യത്തിന് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കട്ടോ. അപ്പോഴേക്കും നമ്മൾ ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ അതൊരു ചട്ടിയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിലയും നമ്മൾ അരച്ചിട്ടുള്ള അരപ്പും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. തിളച്ച ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം വറവിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കരിവേപ്പിലും കുറച്ച് കടുകും ഉലുവയും കൂടി ഇട്ടിട്ടാണ് വറവിട്ട് കൊടുക്കുന്നത്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഒരു 3 ദിവസം നമുക്ക് ഈ ഒരു കറി സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ.